സർ, സർ, ആരാണ് താൻ? തന്നെ എനിക്കറിയില്ല. തന്നെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുമില്ല. സർ, ഞാൻ ബാലകൃഷ്ണൻ. താൻ ബാലകൃഷ്ണനാണോ ഭഗവാൻ കൃഷ്ണനാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. സാറിന് എന്ത് പറ്റി? ഈ ഭൗതിക പ്രപഞ്ചവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കഴിയുന്ന ഒരു അജ്ഞാതനാണ് ഞാൻ. നിങ്ങൾക്ക് പോകാം. ഇനി ഈ വാതിലിൽ മുട്ടരുത്. അപരിചിതന്മാർ എന്റെ വാതിലിൽ മുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ പൊന്ന് ബാലകൃഷ്ണ, തന്നോട് എനിക്ക് സഹതാപമുണ്ട്. ഒരു പ്രേതത്തിന്റെ കൂടെ നടന്ന് താൻ തന്റെ ജീവിതം പാഴാക്കുകയാണ്. തന്റെ കൂടെ നടന്ന് എന്റെ ജീവിതവും പാഴായി പോകും. ഡിപ്പാർട്ട്മെന്റ് എന്റെ യൂണിഫോം ഊരി വാങ്ങി. യൂണിഫോം ഇല്ലാത്ത ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല ബാലകൃഷ്ണ. ഇപ്പൊ തന്നെ ഈ വീട്ടില് അടുക്കള പണിയൊക്കെ ഞാനാ. ബാലകൃഷ്ണൻ തൽക്കാലം പോ. വല്ലപ്പോഴും വഴിയിൽ വെച്ച് കാണുമ്പോ നമുക്ക് സ്നേഹത്തോടെ ഹലോ പറയാം. നിന്റെ പ്രേതം കുറേ എണ്ണത്തിന് ഇവിടെ നിലം പരിശാക്കും. ആ പ്രേതത്തിന് വേണ്ടി ജീവിതം ഹോമിക്കാൻ ഞാനില്ല ബാലകൃഷ്ണ. ആരേതമ്മോട്ടത്? ആരുമില്ല, ഒരു പ്രേതവും പ്രേതത്തിന്റെ ഒരു ഫ്രണ്ടും. പേടിക്കണ്ട, ഇത് കൊള്ളസങ്കേതമൊന്നുമല്ല. ഒരു ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതായി പഴയ കെട്ടിടം. ഇത് ഇടിച്ചു നിരത്തി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ പോവാ. എല്ലാം അപ്പച്ചന്റെ പണം. അല്ലാതെ തെരുവ് തിണ്ടിയ അലക്സിന് എവിടുന്നാ പണം? അല്ലേ? ഇവിടെ വെച്ചാവുമ്പോ ആരും അറിയില്ല. വീട്ടിൽ വന്ന് ഈ വക കാര്യങ്ങൾ പറയുമ്പോ അമ്മച്ചിക്ക് ദേഷ്യം വരും. ചിലപ്പോ ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിൽ അമ്മച്ചിക്ക് പോലീസിനെ വിളിക്കണമെന്ന് തോന്നും. അതൊക്കെ മെനക്കേടല്ലേ? ഇവിടെ വെച്ചാവുമ്പോ എനിക്ക് സൗകര്യം. ഷോ പരിഭ്രമിക്കണ്ട, ഉടനെ പാം. വീട്ടിൽ മോള് തനിച്ചല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, മുദ്രപത്രം. ഇതിൽ അമ്മച്ചിയും ശോഭയെ ഓരോ ഒപ്പിടണം. അത്രേ ഉള്ളൂ. ഒന്നുമില്ല. നമ്മുടെ ചന്ദനവേലി ഇൻഡസ്ട്രീസും പുതിയതായി തുടങ്ങാൻ പോകുന്ന എക്സ്പോർട്ടിംഗ് കമ്പനിയും എന്റെ പേരിലാക്കിയതിനുള്ള രേഖയാ. പിന്നെ തൂത്തുക്കുടിയിലെ ചെമ്മീൻ കമ്പനിയും. ഇത്ര പെട്ടെന്ന് ഇതിന്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു. എന്ത് ചെയ്യാം, അമ്മച്ചി എന്നെ പിടിച്ച് പുറത്താക്കിയ സ്ഥിതിക്ക് എനിക്ക് എന്റേതായിട്ടുള്ള വഴി നോക്കാതിരിക്കാൻ പറ്റുമോ? ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഈ കളിയൊക്കെ കളിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ പൊടിയും തട്ടി അങ്ങനെ ഇറങ്ങിപ്പാൻ നോക്കൂ. ആഹാ, കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു സാക്ഷ്യം ഉണ്ടാവുന്നതാ അതിന്റെ ഒരു ഭംഗി. ചന്ദനവേലി തറവാടിന്റെ പുതിയ രക്ഷകനല്ലേ? കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതാ. ആ, അമ്മച്ചിക്ക് പെട്ടെന്ന് എന്നോടൊരു സ്നേഹം. സ്വത്തുക്കളൊക്കെ എന്റെ പേരിലാക്കണമെന്ന്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് അമ്മച്ചി കേൾക്കണ്ടേ? ഒടുവിൽ അമ്മച്ചിയുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് ഞാനും കരുതി. ആ, ഇനി സമയം കളയണ്ട. സാക്ഷി വന്നില്ലേ? ദാ ഇവിടെ ഒപ്പിട്. അമ്മച്ചി വേണ്ട, ഒപ്പിടരുത്. ഇത് ചതിയാണ്. ഇവൻ അങ്ങനെയൊക്കെ പറയും. അമ്മച്ചി ഒപ്പിട്. വെറുതെ ബലം പ്രയോഗിക്കേണ്ട ബാലകൃഷ്ണ. ദിവസം 1.5 പറയുടെ ചോറ രണ്ടൂർ ഉണ്ണുന്നത്. തടി കേടാക്കണ്ട. അമ്മച്ചിയിൽ ഒപ്പിട്. ഇല്ല, നീ വേണമെങ്കിൽ ഞങ്ങളെ കൊന്നോ, എന്നാലും ഞാൻ ഒപ്പിടില്ല. അയ്യോ, അമ്മച്ചി ഞാൻ ഒന്നും ചെയ്യൂല. ഒന്നുമില്ലേലും ആ കൈകൊണ്ട് ഒരുപാട് ചോറ് വാരി തന്നിട്ടില്ല എനിക്ക്. കഷ്ടപ്പെട്ടെന്നെ വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ, അതിന് നന്ദി കാണിക്കണ്ട ഞാൻ. നന്ദി? എന്റെ മോനെ കൊന്നതാണോ നന്ദി? പാവം, എബി നല്ലവനായിരുന്നു. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് അവനെ കൊല്ലുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒരു വശത്ത് അവനോടുള്ള സ്നേഹം, മറുവശത്ത് എന്റെ കണക്കൂട്ടലുകൾ തെറ്റുമെന്നുള്ള ഭയം. എല്ലാം അവൻ കണ്ടുപിടിക്കുന്ന ഉറപ്പായപ്പോ അവനേക്കാളും അധികം ഞാൻ എന്നെ സ്നേഹിച്ചു അമ്മച്ചി. സ്വാർത്ഥനായിപ്പോയി ഞാൻ. ക്ഷമിക്കേ, അമ്മച്ചിയുടെ മകന് അത്രേ ആയുസ് വിധിച്ചിട്ടുണ്ടാവൂ. പക്ഷെ ഇവൻ ബുദ്ധിമാനാ. കാട്ടുകള്ളൻ. ഒരു പഴുതുമില്ലാതെ ആക്സിഡന്റ് ആക്കി മാറ്റിയ കൊലപാതകം ഇവൻ കണ്ടുപിടിച്ചു. ആന ബുദ്ധിയാവന്. ഹൃദയം മാറ്റി വെച്ചതുകൊണ്ട് എബിയുടെ ആത്മാവ് ഇവന്റെ കൂടെ ഉണ്ടത്രേ. സെന്റിമെന്റ്സിന്റെ പുറത്ത് അമ്മച്ചി ശോഭ ഇവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്തിന്? എന്നെ ഒഴിവാക്കണം. എങ്കിലല്ലേ ഇവന്റെ ഉദ്ദേശം നടക്കൂ. സമ്മതിക്കോ ഞാൻ? ഇല്ലേ അമ്മച്ചി? സമ്മതിക്കില്ല. അലക്സ് ആഗ്രഹിച്ചത് അലക്സിന് കിട്ടണം.
അതാര് തടഞ്ഞാലും അലക്സ് സമ്മതിക്കില്ല. അയ്യോ, അവനെ അടിക്കരുത്. ഇല്ല, ഇനി അടിക്കില്ല. അമ്മച്ചി ഒപ്പിട്. ഒപ്പിടരുത്, എന്നെ കൊന്നാലും ഒപ്പിടരുത്. ദേ, അമ്മച്ചിയുടെ പുന്നാരമോന്റെ ഹൃദയമായി ഇതിനകത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇടിച്ച് കലക്കും. ഒപ്പിട്. ഒപ്പിടരുത്. ഒപ്പിട്. ഒപ്പിടരുത്. അയ്യോ വേണ്ട, ഇനി അവനെ അടിക്കരുതെന്ന് പറ. ഞാൻ ഒപ്പിടാം. വേണ്ട അമ്മച്ചി, ഒപ്പിടരുത്. വേണ്ട. എബി മാത്യൂസ് അല്ലേ? അന്നൊരിക്കൽ ഇവിടെ വെച്ച് തന്നെ കണ്ടു. ഞാൻ ആകെ പ്രശ്നത്തിലാണ്. നിന്നെ സഹായിക്കാൻ മനസ്ഥിതിയുള്ള ഏതെങ്കിലും ഒരാളിന്റെ ദേഹത്തിലേക്ക് നീ നിന്നെ തന്നെ സ്വയം ആവാഹിക്കണം. അയാൾ പിന്നെ നിന്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിച്ചുകൊള്ളും. നിനക്കതിന് കഴിയും. എല്ലാ ഏകാഗ്രതയോടെയും നീ നിന്റെ ശക്തി മുഴുവൻ ആർജിക്കണം. നിനക്കതിന് കഴിയും. അയ്യോ ദാമോട്ടാ, ഇതങ്ങ് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഇയാൾക്ക് ഇത്ര അടി കൊള്ളണമായിരുന്നു. പീറ്റർ, അമ്മച്ചി ശോഭൻ വീട്ടിൽ കൊണ്ടുവിട്. ഇവനെ ഇവിടെ വിടണമെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം.
എബി എബി ബാലേഷ അവൻ പോയി. ഇനി ആർക്കൊന്നും പേടിക്കാനില്ല. എബി ബാലേഷ ഞാൻ എബി നീ എവിടെയാണ്? ഇവിടെ ഉണ്ട്. നിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. എബി പിന്നീട് ഒരിക്കലും നിന്റെ ഹൃദയം വഹിക്കുന്ന നിന്റെ കൂട്ടുകാരൻ നിന്നെ കാണുകയോ കേൾക്കുകയോ സ്പർശിക്കുകയോ ഇല്ല. അതോടെ ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ നിറഞ്ഞ ഈ ലോകത്തു നിന്ന് നീ പോയേ മതിയാകൂ. അറിയാത്ത മറ്റേതോ ലോകത്തിലേക്ക്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല ബാലകൃഷ്ണ. അമ്മച്ചി, എന്റെ ശോഭ, എന്റെ മോള്, അവർക്ക് ഞാൻ പോവാ ബാലകൃഷ്ണ. പിരിയുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നീ എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എന്റെ ഒരു വാക്കെങ്കിലും നീ കേട്ടിരുന്നെങ്കിൽ. ബാലകൃഷ്ണ, അമ്മച്ചി, ശോഭ, ബാലകൃഷ്ണ.